Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. സംസ്ഥാനത്ത് ഡബിൾ എഞ്ചിൻ സർക്കാരാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. ദേശീയപാതയുടെ മറവിൽ നടന്നത് കോടികളുടെ അഴിമതിയാണെന്നും രമേശ് ചെന്നിത്തല നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും കേന്ദ്രമന്ത്രി നിധി ഗഡ്കരിയുമായി നടത്തിയ ചർച്ചയിൽ ദേശീയപാതയുടെ തകർച്ചയ്ക്ക് കാരണമായ ക്രമക്കേടിൽ അഴിമതിയൊന്നും പരാമർശിക്കാതിരുന്നത് അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ പറയുന്ന കാര്യങ്ങൾ അതേപടി നടപ്പാക്കുന്ന ഡബിൾ എഞ്ചിൻ സർക്കാർ ആയതുകൊണ്ടാണിത്. ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതിയാണ് നടന്നത്. 22 റീച്ചുകളിൽ 32 മുതൽ 31 വരെ കിലോമീറ്ററുകളാണ് ഓരോന്നും. കോഴിക്കോട് ജില്ലയിലെ വെങ്ങളം അഴിയൂർ റീച്ച് 40.8 കിലോമീറ്ററാണ്. അദാനിക്ക് ഇത് കരാർ പ്രകാരം നൽകിയത് 1838 കോടിക്കാണ്. എന്നാൽ അദാനി 971 കോടിക്കാണ് ഇത് ഉപകരാർ നൽകിയത്. ഈ ഒറ്റ റീച്ചിൽ മാത്രം അദാനിക്ക് ലഭിച്ചത് 867 കോടി രൂപയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പിന്നെ എങ്ങനെ മേൽപ്പാലം വീഴാതിരിക്കുകയും ദേശീയപാതയിൽ വിള്ളൽ വീഴാതിരിക്കുകയും ചെയ്യുമെന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു. കേരളത്തിലെ നാഷണൽ ഹൈവേ 66 നിർമ്മാണ പ്രവർത്തനത്തിൽ ഗുരുതരമായ അഴിമതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അഴിമതിയെപ്പറ്റി എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും കേന്ദ്രമന്ത്രിയോട് സംസാരിക്കാതിരുന്നത്? കേരളത്തിലുള്ളത് ഒരു ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് ആണോ? മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും സംഭാഷണം പ്രസ്താവനയും കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവിടെ ഒരു ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് ആണ്. മോഡി പറയുന്ന വാചകമാണ് ഈ ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ്. അവിടെയും അവരുടെ ഗവൺമെന്റ്, കേന്ദ്രത്തിലും അവരുടെ ഗവൺമെന്റ്, സംസ്ഥാനത്തിലും അവരുടെ ഗവൺമെന്റ്. അപ്പോൾ കേന്ദ്രത്തിൽ ബി.ജെ.പിയുടെ ഗവൺമെന്റ് ആണെങ്കിൽ കേരളത്തിലും ഏതാണ്ട് ബി.ജെ.പിയുടെ ഗവൺമെന്റ് ആണെന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും ഇന്നലെ ഈ കാര്യത്തെ സമീപിച്ചത്. ഒരു ഉദാഹരണം, കേരളത്തിൽ ഇപ്പോൾ മൊത്തം 22 റീച്ചുകളിലാണ് ഹൈവേയുടെ പണി നടക്കുന്നത്. ഒരു റീച്ച് എന്ന് പറയുന്നത് 35 കിലോമീറ്റർ മുതൽ 37 കിലോമീറ്റർ വരെയാണ്. ഇതിൽ ഒരു റീച്ചിന്റെ നടന്ന അഴിമതിയാണെന്ന് പറയാം. കോഴിക്കോട് ജില്ലയിൽ അഴിയൂർ, വെങ്ങളം മുതൽ അഴിയൂർ വരെ, കോഴിക്കോട് ജില്ലയിൽ വെങ്ങളം മുതൽ അഴിയൂർ വരെ 40.8 കിലോമീറ്ററാണ്. ഈ റീച്ചിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ടെൻഡർ വിളിച്ചപ്പോൾ അദാനി കമ്പനിക്കാണ് ഇതിന്റെ ടെൻഡർ ലഭിച്ചത്. ടെൻഡറിലൂടെ പണി ചെയ്യാനുള്ള കരാർ ഉറപ്പിച്ചത് 1838 കോടിക്കാണ് അദാനി കമ്പനിക്ക് ഈ കരാർ ഉറപ്പിച്ചത്. അദാനി എന്ത് ചെയ്തു? അദാനി കമ്പനി വിവിധ കമ്പനികൾക്ക് ഇത് 971 കോടിക്ക് സബ് കോൺട്രാക്ട് കൊടുത്തു. പിന്നെങ്ങനെ മേൽപ്പാലം വീഴാതിരിക്കുകയും ദേശീയപാതയിൽ വിള്ളൽ വീഴാതിരിക്കുമെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. ദേശീയപാതയ്ക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടത് അദാനിയാണോ? കൂരിയാട് പാലം താഴെ വീണത് ഇവർ കേന്ദ്രമന്ത്രിയുമായുള്ള ചർച്ചയിൽ പറഞ്ഞില്ലെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് ശ്രമം. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മിണ്ടാട്ടമില്ല. ഹൈവേ തകർന്നത് ഞങ്ങൾ ആഘോഷമാക്കിയിട്ടില്ല. മോണിറ്ററിംഗ് ചുമതലയുള്ള മുഹമ്മദ് റിയാസിന്റെ വീഴ്ചയാണ്. ബി.ജെ.പി പിന്തുണയ്ക്കുന്ന നയമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളത്. നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രി കൂട്ടുകെട്ടാണ് നിലവിലുള്ളത്. ക്ഷേമ പെൻഷൻ വിഷയത്തിൽ എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പറഞ്ഞതിൽ തെറ്റില്ല. യഥാസമയം കൊടുക്കേണ്ട ക്ഷേമ പെൻഷനുകൾ കൂട്ടിവെച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് വിതരണം ചെയ്യുന്നത് വോട്ട് ലക്ഷ്യം വെച്ചാണ്. അതാണ് പറഞ്ഞത്. നിലമ്പൂരിലെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിലൊന്ന് വന്യമൃഗശല്യം തന്നെയാണ്. വന്യമൃഗ ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ട സ്ഥലമാണ്. ഇപ്പോഴാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട മുഖ്യമന്ത്രി നിവേദനവുമായി പോയത്. വന്യമൃഗ വിഷയം യു.ഡി.എഫിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായിരിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.